നാരായണ. ഓം ധർമാർത്ഥകാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമസീതാ ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. മുന്നിലും പിന്നിലും രാമ നമിപ്പൂ ഭക്തനായി ഞാൻ. കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ഈശ്വരാത്മാ വിളങ്ങും ഞാൻ നിത്യം ബ്രഹ്മാണ്ടമേതിലും. എല്ലാം ഞാൻ തന്നെ ഇപ്പാരിൽ നാശമില്ലാത്തതായി സദാ. ശ്രീ സീതാരാമേന്ദ്രാഭ്യാ നമോ നമ. ഓം ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേതായ ശ്രീരാമചന്ദ്രായ നമോ നമ. ഓം ശ്രീമദ് വാൽമീകി രാമായണം രണ്ടാമത്തെ കാണ്ഡം അയോധ്യാകാന്ഡം. അത് 9 ഭാഗം ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചു. 12 സർഗം രണ്ടാമത്തെ കാണ്ഡത്തിലെ 12 സർഗം നമ്മൾ പറഞ്ഞു. ഇനി 13ാമത്തെ ഖണ്ഡം തൊട്ട് പറയണു. അതിൽ കൈകേയി ദശരഥ സംവാദ രൂപേണയാണ് ഇപ്പോൾ ആ രംഗത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ കൈകേയി വാശി പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയും ദുഃഖവും അതേപോലെ കുറച്ചൊരു ഈർഷ്യ പോലെയുള്ള ഒരവസ്ഥയും ദശരഥന് വന്നു എന്നതാണ്. പിന്നെ ഇങ്ങനെ വന്നുവല്ലോ, ഇതെന്തൊരു വിധിയാണ് എന്നുള്ളൊരു തോന്നലിലെത്തി നിൽക്കുകയാണ് ദശരഥൻ. രാമനെ കാട്ടിലേക്ക് വന്നേക്കണം, ഭരതനെ രാജാവാക്കണം. ഈ 2 ആവശ്യം സഹിക്കാൻ പറ്റാത്ത അത്രയും വിഷമം എല്ലാവർക്കും ഉണ്ടാക്കും. അതിന് കാരണക്കാരനായിട്ട് ഞാൻ വന്നുവല്ലോ. അതിൻ്റെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എൻ്റെ ഈ കൈകേയിലുള്ള അതിയായിട്ടുള്ള മോഹം ആണല്ലോ. ഇതാണ് വിഷമിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ ഒരു അനർത്ഥം വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം? ആരെയും പേടിക്കാത്തതായിട്ടുള്ള, ഭാവിയെക്കുറിച്ച് ചിന്തിക്കാത്തതായിട്ടുള്ള, അതേപോലെ ഈ ഭരതൻ്റെയും കൈകേയിയുടെയും സ്വതവേ ഇഷ്ടക്കാരനാണല്ലോ അച്ഛൻ്റെ സ്ഥാനത്ത് ഭരതനും ഭർത്താവിൻ്റെ സ്ഥാനത്ത് കൈകേയിക്കും. അപ്പോൾ തെറ്റുകാരൻ ആരാ? യഥാർത്ഥത്തിൽ തെറ്റുകാരൻ ഞാൻ തന്നെയാണ്. കാരണം തനിക്ക് ചേർന്നതല്ലാത്ത ഒരാളെ സ്വീകരിച്ചതാണല്ലോ എനിക്ക് കുഴപ്പമായത്. ഈ ദേവലോകത്ത് അനവധി കാലം യയാതി പോയിട്ട് സുഖം അനുഭവിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് വീണ പോലെ ആയിപ്പോയോ ഞാൻ എന്ന് സ്വയം ചിന്തിച്ചു എന്നാണ്. അപ്പോൾ ദശരഥ രാജാവിൻ്റെ പലരും പോയിട്ടുണ്ട് ഈ സ്വർഗത്തിലേക്ക് പല കാര്യങ്ങൾക്കായിട്ട് പല രാജാക്കന്മാരും പോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ചിലർ സുഖമായിട്ട് അവിടെ തന്നെ സ്വർഗത്തിൽ നിന്ന് നേരെ വൈകുണ്ഠത്തിലേക്ക് പോയവരുണ്ട്. പക്ഷേ ചിലവർ അവിടുത്തെ ചില സുഖങ്ങളെ കൂടുതലായിട്ട് അനുഭവിച്ചിട്ടും മാത്രമല്ല അവിടെ ചെയ്യാൻ പാടില്ലാതെ ചെയ്തിട്ടും ശന്തനു അടക്കം അങ്ങനെയാണ് തിരിച്ച് താഴേക്ക് എത്തിയിരിക്കുന്നത്. മഹാവിഷൻ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും മഹാവിഷൻ കാമം ആണ് പ്രശ്നമായത്. അപ്പോൾ യയാതി സ്വർഗത്തു നിന്ന് വീണ് കിടക്കണ പോലെ എന്തിനാ ഇങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ടായത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. സത്യവാദിയായിട്ടുള്ള ദൃഢവ്രതനായിട്ടുള്ള കൈകേയി പറയാണ്, അങ്ങ് എനിക്ക് പണ്ട് തന്ന വരം ഇപ്പോൾ പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. കൈകേയി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം ഒന്നും മിണ്ടാൻ പറ്റാതെ കണ്ട് കുറച്ച് ശുണ്ഠിയെടുത്ത് വന്നാണ്, ക്രുദ്ധനായി. എന്നിട്ടോ പറഞ്ഞു ദശരഥൻ, നീ നീച തന്നെയാണ്. ഈ രാമൻ്റെ വനത്തിലെ പോകൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാമല്ലോ. ഭരതൻ രാജാവായിട്ട് കിട്ടുമ്പോൾ എല്ലാം ഇഷ്ടം പോലെ കിട്ടുമല്ലോ. അപ്പോൾ സ്വർഗത്തിൽ പോലും ദേവകൾ എന്നോട് ഈ രാമൻ്റെ കുശലത്തെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക എന്ന് സ്വയമേവ വിശകലനം ചെയ്യുകയാണ്. കൈകേയിയുടെ ഇഷ്ടം നിർവഹിക്കാൻ സത്യബദ്ധനായി പോയതുകൊണ്ട് ഈ സത്യം പറഞ്ഞാലും സദസ്സിൽ ചേരുന്നതായിട്ടുള്ള ഈ സത്യമായതുകൊണ്ട് അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. അസത്യവാദിയായി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അപ്പോൾ
നമ്മൾ 19 സാക്ഷികൾ, 18 സാക്ഷികൾ ക്രമത്തിൽ ഭഗവാനുണ്ട്. അപ്പം അങ്ങനെ 19 സാക്ഷികൾ നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് നമുക്ക് സ്വർഗവും നരകവും ഒക്കെ തരിക. അപ്പോൾ ആ ബോധം ഈ ദശരഥ രാജാവിനെ വല്ലാതെ കണ്ട് വിഷമിപ്പിച്ചു. കാരണം ഞാൻ സദസ്സിലല്ലേ ഇത് പറഞ്ഞത്, ആരും കാണാതെ കണ്ടാ പറഞ്ഞാൽ പിന്നെ അവർ മാത്രമേ അറിയുള്ളൂ, ദേവലോകം അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നവർ മാത്രമേ അറിയുള്ളൂ. ഇതിപ്പോൾ അതല്ല, ലോകം മുഴുവൻ അറിഞ്ഞില്ലേ. അപ്പോൾ തൻ്റെ കാര്യം കുറച്ച് വല്ലാത്തൊരു അബദ്ധമായി തീർന്നല്ലോ. ഈ സത്യലംഘനത്തിന് എന്താ ഇനിയൊരു പരിഹാരമുള്ളത്? ഇങ്ങനെ രാജാവ് കുറച്ചധികം ദുഃഖിച്ചു. എന്താ കാരണം? ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ടതാണ്, സൂര്യവംശ രാജാവാണ്. അപ്പോൾ സ്വാതന്ത്ര്യം, സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു കുലത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ കുലത്തിൻ്റേതായിട്ടുള്ള പാരമ്പര്യം മുഴുവൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ബ്രാഹ്മണനാണെന്ന് വെച്ചാൽ ബ്രാഹ്മണൻ്റെ എല്ലാം വേണം. യാഗം ചെയ്ത കുടുംബമാണെന്ന് വെച്ചാൽ ആ യാഗകർത്താവ് പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടാവും, അത് നിർബന്ധമായിട്ടും ചെയ്യുക തന്നെ വേണം. അതേപോലെ ചില പുരോഹിത സ്ഥാനം, താന്ത്രിക സ്ഥാനം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ബ്രാഹ്മണരെ എല്ലാവരും ഒരേപോലെ അങ്ങോട്ട് അല്ല, പേര് ചില അതിവിശിഷ്ടന്മാരായിട്ടുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊന്നും വേണ്ട, വെറും ഭക്തനാണെച്ചാൽ അതിലും ഉണ്ട് എന്നർത്ഥം. പരോപകാരിയാവുക, ഭക്തനാവുക, ജ്ഞാനിയാവുക, ഇങ്ങനെയൊക്കെ കുടുംബങ്ങൾക്ക് പല പാരമ്പര്യങ്ങളും പറയാനുണ്ട്. ആ വ്യക്തിയുടെ യശസ് ഒരാൾ ആ കുലത്തിൽ ജനിച്ചിട്ട് അത് കേടുവരുത്തുമ്പോൾ സ്വഭാവം കൊണ്ട് കുലത്തിന് തന്നെ ദുഷ്പേര് വരികയാണെങ്കിൽ, അപ്പോൾ രാജാവ് സ്വയമേവ ചിന്തിച്ചു, ഞാനിങ്ങനെ അങ്ങനെ ഒരു മട്ടമായോ, എനിക്ക് ഇതിനേക്കാൾ ഭേദം ഉണ്ടായിരുന്നത് പുത്രൻ വേണ്ടായിരുന്നു. പുത്രൻ ജനിച്ചപ്പോഴാണല്ലോ ഈ മത്സരമൊക്കെ തുടങ്ങിയത്. നിർമ്മത്സരാണാം സദാ ഭാഗ്യം എന്നാണ്. ഭഗവത് അനുഗ്രഹമാകുന്ന ഭാഗ്യത്തെ കിട്ടുക മത്സരബുദ്ധി ഇല്ലാത്ത രീതിയിൽ ഐക്യത്തോട് കൂടിയിട്ട് കുടുംബത്തിലെ എല്ലാവരും അങ്ങനെ വേണമെന്നാ. അപ്പോൾ അതില്ലാത്തൊരവസ്ഥ വന്നു. ശൂരനാണ്, വിദ്യാസമ്പന്നനാണ്, ജിതക്രോധനാണ്, ക്ഷമാവാനാണ്, ഇങ്ങനെയുള്ളൊരു ഭാവമൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. ഇത് ജന്മനാ തന്നെ കൊണ്ടുവന്നതായിട്ടുള്ള ഈ ശ്രീരാമനെയാണ് ഇപ്പോൾ നിഷ്കരുണം, ഇത് കൈകൈയുടെ ഒരു വാക്കിന് ഞാനിപ്പോൾ വശംവദനായിട്ട് രാമനെ കാട്ടിലേക്ക് പറഞ്ഞയക്കേണ്ടത് എന്തൊരു കഷ്ടത്. അപ്പോൾ രാമൻ്റെ ആ രൂപത്തെ ഒന്ന് നല്ലോണം ചിന്തിക്കുകയാണ്. ദീർഘബാഹു ആയിട്ടുള്ള, ശ്യാമളവർണ്ണനായിട്ടുള്ള, മഹാബലവാനായിട്ടുള്ള, എല്ലാവരെയും രമിപ്പിക്കുന്നതായിട്ടുള്ള, ഈശ്വര തുല്യനായിട്ടുള്ള ആ യുവ കോമളനെ ഇപ്പോൾ നേരത്തെയൊക്കെ പറഞ്ഞു ആഹാരം കൊടുക്കാൻ മത്സരിക്കുകയാണ്. അതേപോലെ രാമൻ്റെ സാന്നിധ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ ഒരു മത്സരമാണ്. അപ്പം ഇങ്ങനെ മത്സരിക്കുന്നവരുടെ ഇടയ്ക്ക് ഞാൻ ഇവരോട് ഈ ഒരു കാര്യം പറയാൻ എനിക്ക് പറ്റുമോ? ഈ സദസ്സിൽ പറയും വേണം, എന്നിട്ട് രാമനെ പറഞ്ഞയക്കും വേണം. അതിൻ്റെ പിന്നീടുള്ള ചർച്ചകളോ ഭവിഷ്യത്തുകളോ ഒക്കെ ഞാൻ സഹിക്കണ്ടേ? ദുഃഖം സഹിക്കാൻ വയ്യാതെ കണ്ട് ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു ഈ ദശരഥൻ. മറ്റുള്ളവരുടെ ദുഃഖത്തെ ഇല്ലാണ്ടാക്കുന്ന സ്വഭാവമുള്ള രാമനെയാണ് വലിയ ഒരു ദുഃഖത്തിലേക്ക് പറഞ്ഞയക്കണത്. ആ ദുഃഖം എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഇനി അതാണ് പാപിനിയായിട്ടുള്ള, ദുഷ്ടയായിട്ടുള്ള കൈകേയി, നീ എൻ്റെ ഭാര്യയായി പോയല്ലോ. എന്ത് കാരണം കൊണ്ടാണ് ഈ രാമനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്, കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്, ദുഃഖിപ്പിക്കുന്നത്? ഇതുകൊണ്ട് യശസ് മുഴുവൻ നഷ്ടാവില്ലേ? എന്നും നിന്നെ ഇങ്ങനെ ഒരു ചിത്തഭാവത്തിൽ ജനങ്ങൾ മാത്രമല്ല കേട്ടോ, ദേവലോകം മുഴുവൻ കാണില്ലേ? ഇനി പരമ്പര മുഴുവൻ കാണില്ലേ? ഭാവിയിൽ മുഴുവൻ നിന്നെ ഓർമ്മിപ്പിക്കപ്പെടില്ലേ? കാരണം നമ്മൾ അത്രയും വലിയൊരു രാജവംശത്തിലെ രാജാക്കന്മാരും റാണിയുമാണ് നീ. ഇത്രയും യശസ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു അവസ്ഥ. നിൻ്റെ ഈ മനസ്സ് എങ്ങനെയാണ് ഇത്ര ചീത്തയായത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നേരത്തെ വെളിച്ചാമ്പ തുടങ്ങിയതാണ്. നമുക്ക് പോലും ഇത് ഒരു ആവർത്തനം വന്നിട്ട് അലോരസം വരണം. അപ്പോൾ അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ തന്നെയാണ് പറച്ചിൽ. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു എന്നാണ് പറഞ്ഞത്.
രാജാവ് ദുഃഖിച്ചുകൊണ്ടിരിക്കുക, പലതും പറഞ്ഞുകൊണ്ടിരിക്കുക. ചന്ദ്രമണ്ഡല മണ്ഡിതയായിട്ടുള്ള ആ രാത്രി എങ്ങനെയാ കടന്നുപോയത് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇരുട്ടായിരുന്നു മൊത്തം. ചന്ദ്രൻ പ്രകാശിച്ച് നിൽക്കുന്നുണ്ട്, പക്ഷേ രാജാവിൻ്റെ മനസ്സിൽ ഇരുട്ടാണ്. ഈ കാമുകന്മാർ അത് യൗവനത്തിലാണെങ്കിൽ വിരഹം സഹിക്കാൻ വയ്യാത്ത ഒരവസ്ഥ വരും, രണ്ടുപേരും വേർപെട്ടാണ് നിൽക്കുന്നതെങ്കിൽ. അതേപോലെയാണ് ഇവിടെ എല്ലാം ഉണ്ടായിട്ടും അതിനെ സ്വീകരിക്കാൻ പറ്റാത്ത, എല്ലാ സുഖങ്ങളും കിട്ടാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ അതിനെ സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ ഈ മനസ്സ് അത്രയും ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ലല്ലോ. കാമുകിക്ക് കാമുകൻ അവിടെ ഉണ്ട്, പക്ഷെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്, കിട്ടണ്ടേ, എന്തൊക്കെയോ ചില തടസ്സങ്ങൾ. അപ്പം ഇവിടെ ഈ സുഖത്തെ അനുഭവിക്കാൻ ഇങ്ങനെ ഒരു തടസ്സം. എന്താ തടസ്സം? ഈ കൈകേയിയുടെ ചെറിയൊരു ആഗ്രഹം മാത്രമാണ് തടസ്സേ. അത് ബുദ്ധിശൂന്യത കൊണ്ട് സംഭവിച്ചതാ. അതുകൊണ്ട് എങ്ങനെ ഈ രാത്രിയെ ഞാൻ മറികടത്തും എനിക്കറിയില്ല. നാളെ എങ്ങനെയാണ് ഓരോരുത്തരുടെയും മുഖത്ത് നോക്കുക. പലതരത്തിൽപ്പെട്ടതായിട്ട് ഉറക്കമില്ല, അതേപോലെ നെടുവേർപ്പെട്ടുകൊണ്ട് വൃദ്ധനാണ്. അപ്പം ഇതുവരെ വൃദ്ധനല്ലേ, ഇപ്പോൾ വാർദ്ധക്യം കൂടി. അതാണ് വിരഹം കൂടിയാൽ മോതിരം വളയാവും. അതാണ് ഈ വിരഹം കൂടിക്കഴിഞ്ഞാൽ ദേഹം മെലിയും എന്നാ പറയുക. ദേഹം മെലിയുമ്പോൾ അതിശയോക്തി അലങ്കാരമാണ്, എങ്കിലും അത് മോതിരം വളയായിട്ട് മാറും എന്നാണ്. എന്ന കൂട്ടത്തിൽ ആയിരിക്കുന്നു ഇപ്പോൾ ഈ രാജാവ്. പലതും ഈ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ക്രൂരയായിട്ടുള്ള ആ കൈകേയിയോട് പറയാണ്, ദേവി നീ ഭദ്രയാണല്ലോ, സാധുവൃത്തനായിട്ടുള്ള, നിന്നെ ശരണം പ്രാപിക്കുന്നവനായിട്ടുള്ള, അതേപോലെ ഈ വൃദ്ധനായിട്ടുള്ള ആയുസ്സത കഴിയാറായി, അങ്ങനെയുള്ള കുറച്ചൊരു ദൈന്യഭാവം ഇപ്പോൾ വന്നു. അതുകൊണ്ട് എന്നിൽ നീ കനിവ് കാണിക്കണം. ഞാൻ നിന്നെ അത്രയും സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ യൗവനകാലത്ത് മുഴുവൻ നീ ഇവിടെ വന്നത് എന്ന് മുതലാണോ നീ ഇവിടെ എൻ്റെ കൂടെ കൂടിയത്, അന്ന് മുതൽ ഞാൻ നിന്നോട് അത്രയും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ഓർത്തിട്ടെങ്കിലും ഒരു ചെറിയ കുട്ടി അമ്മയോട് പറയുന്ന രീതിയിൽ ഈ വൃദ്ധനായിട്ടുള്ള രാജാവ് ചക്രവർത്തി ഈ അപ്പോൾ മാത്രം ചീത്തയായിട്ടുള്ള ഒരു ഭാവത്തെ പ്രകടിപ്പിച്ച കൈകേയിയോട് ചെറിയ പിഞ്ചുകുട്ടി അമ്മയോട് എങ്ങനെയൊക്കെ കൊഞ്ചലോട് കൂടിയിട്ട് പറയണു, അതുപോലെ യാചിച്ചു എന്നാണ്, എന്നോട് കനിവ് കാണിക്കണേ. ഇനി രാജ്യസഭയിൽ ഈ അഭിഷേക വിഘ്നം ഞാൻ പറയണ്ടേ? എനിക്കതിൻ്റെ അർത്ഥം എപ്പോഴും മനസ്സിലാവണില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഒരു വലിയ, ഇതൊരു വരം വാങ്ങലാണ്. വരം വാങ്ങലിന് ഇത്രയും വലിയൊരു ദോഷഫലമുണ്ടെങ്കിൽ ആ വരം വാങ്ങരുത്. അത് ലോകത്തിനെ മുഴുവൻ ദേവഹിതമല്ല, ലോകഹിതമല്ല. അപ്പം അതുകൊണ്ട് നിനക്കും കൂടി ഹിതമല്ലാത്ത എന്തിനാ ഈ വരം വാങ്ങണത്? സ്വതേ പണ്ട് നീ സുഹൃത്ത് ആണ്, സഹൃദയ ആണ്. പക്ഷേ ഇപ്പോൾ നിൻ്റെ പ്രവൃത്തി അങ്ങനെയല്ല. അതുകൊണ്ട് അതൊന്ന് മാറ്റണം, എന്നിട്ട് എന്നോട് കനിവ് കാണിക്കണം. അതേപോലെ നിൻ്റെ മുഖം ഒന്ന് കറുത്തു കഴിഞ്ഞാൽ, നോട്ടം ഒന്ന് കറുത്തു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റിയായിരുന്നില്ല. ഇപ്പോൾ അത് രണ്ടും വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കണതേ. അതുകൊണ്ട് മനസ്സിനെ മാറ്റൂ. അതേപോലെ നിൻ്റേതായിട്ടുള്ള ഇപ്പോഴത്തെ അഭിപ്രായം ഉണ്ടല്ലോ, അത് നീ പിൻവലിക്കൂ. അതല്ലെങ്കിൽ അതിൽ നിന്ന് താഴത്തേക്ക് വരൂ. ഇനി നിനക്ക് കുറച്ച് നിർബന്ധമാണെന്ന് വെച്ചാൽ രാമന് നീ രാജ്യം കൊടുത്തോളൂ, ഭരതന് നീ രാജ്യം കൊടുത്തോളൂ. പക്ഷെ രാമൻ എന്തിനാ കാട്ടിലേക്ക് അയക്കണത്? ഈ രാമനെ കാട്ടിൽ അയക്കുന്നത് ഭരതന് പോലും സമ്മതാവില്ല എന്ന് എന്തുകൊണ്ട് നീ ചിന്തിക്കണില്ല? കാരണം അത്രയും ശുദ്ധഹൃത്ത് ആണ് ഭരതൻ. ഈ രാജാവിൻ്റെ കണ്ണ് സഹിക്കാൻ വയ്യാത്ത രീതിയിൽ വേദനിക്കണു, നിറയണു, ദുഃഖം അത് കണ്ണുനീരായിട്ട് വല്ലാതെ കണ്ട് പുഴ പോലെ ഒഴുകണു. എന്നിട്ടും അനുനയിപ്പിക്കാൻ പറ്റാതെ കണ്ട് ദയനീയമായിട്ടൊരവസ്ഥയിൽ രാജാവ് ശരിക്കും കരയനെയാണ്, കൊച്ചു കുട്ടികൾ കരയണ പോലെ. എന്നിട്ടോ ഈ ദുഷ്ടയായിട്ടുള്ള കൈകേയിക്ക് എന്തെങ്കിലും ഭാവമാറ്റമുണ്ടോ? അസന്തുഷ്ടയാണ്. മാത്രമല്ല പറഞ്ഞതിന് എതിര് പറയുന്ന ഒരു പ്രതികൂല ഭാഷിണിയായിട്ട് അവളുടെ ഉറച്ചതായിട്ടുള്ള തീരുമാനം
അതേപോലെ പുത്രനെ ഈ രാമനെ വനവാസത്തിന് അയക്കണം, അതേപോലെ ഭരതനെ രാജാവാക്കണം. ഇതിങ്ങനെ രണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ രാജാവ് വീണ്ടും മോഹാലസ്യപ്പെട്ട് വീണു. അപ്പോഴേക്കും ഇവിടെ വിളിച്ചാവാറായിരുന്നു കേട്ടോ. ഇങ്ങനെ ദുഃഖം സഹിക്കുക വയ്യാതെ കണ്ട് ദീർഘനിശ്വാസം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലാണത്. അതിങ്ങനെ പറ്റണില്ല. അപ്പോഴേക്കും വൈതാളികന്മാർ ഈ സ്തുതിപാഠകർ ഇതാ നേരം വിളിച്ചു ഉണരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ സ്തുതിക്കാൻ തുടങ്ങി. കാര്യങ്ങൾ തുടങ്ങാൻ വൈകി എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അങ്ങനെ 13ാമത്തെ സർഗം അവിടെ വയ്ക്കുകയാണ്. 14ാമത്തെ സർഗത്തിൽ പറയുകയാണ് ഈ പുത്രനെക്കുറിച്ചുള്ള ദുഃഖം അതുകൊണ്ട് വല്ലാതെ കണ്ട് തന്നെ തന്നെ പീഡിപ്പിക്കുക, മഥിതനാവുക. ഇങ്ങനൊരു അവസ്ഥയിൽ രാജാവ് നിലത്ത് ബോധരഹിതനായിട്ട് കിടക്കുകയാണ്. ആ രാജാവിനെ നോക്കിയിട്ട് ഈ പാപിഷ്ഠയായിട്ടുള്ള കൈകേയി പറഞ്ഞു, ആ സമയത്ത് പാപിയാണ്, അപ്പോൾ എനിക്ക് വാക്ക് തന്നതിന് ശേഷം ഇങ്ങനെ കരഞ്ഞിട്ടും പിടിച്ചിട്ടൊന്നൊരു കാര്യമില്ല. എന്തിനാ നിലത്ത് കിടക്കണത്? അങ്ങ് ധർമ്മപാലകനാവേണ്ട ഈ ഒരു അവസ്ഥയിൽ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത്. ഏതാ കൈകേയി പറയുക, എനിക്ക് ധർമ്മവിത്തുക്കൾ സത്യനിഷ്ഠയാണ്, പരമധർമ്മമാണ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ സത്യത്തെ മുൻനിർത്തിയാണ് ധർമ്മവിരുദ്ധമായിട്ട് പ്രവർത്തിക്കരുത് എന്ന് ഞാൻ അങ്ങയെ ഉദ്ബോധിപ്പിക്കുന്നത്. കാരണം വരം തന്നത് നടപ്പാക്കണമെന്ന്. അതാണ് ഇപ്പോൾ സത്യം. രാജാവ് സത്യലംഘനം ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ദേവന്മാരും പ്രജകളും ഒക്കെ പ്രശ്നമാവും. അങ്ങിപ്പോൾ എൻ്റെ ഒരു ചെറിയ കാര്യം, സംഗതി ശരിയാ, ചെറിയ കാര്യം, ഏത് മകൻ രാജാവായ എന്താ കുഴപ്പം? നല്ല കുഴപ്പമുണ്ട്. കൈകേയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എൻ്റെ മകൻ രാജാവായി നിൽക്കുക. അങ്ങനെയല്ലേ പറഞ്ഞത്? രാമനേക്കാൾ ധർമ്മിഷ്ഠനാണ് എൻ്റെ പുത്രനായിട്ടുള്ള ഭരതൻ എന്ന് അങ്ങ് പറഞ്ഞില്ലേ? അപ്പോൾ ഈ വേദപണ്ഡിതനായിട്ടുള്ള ഈ ബ്രാഹ്മണന്മാർക്ക് അവർക്കൊക്കെ ഓരോ തരത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിന് എന്തെങ്കിലും വിഷമമുണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ശാപമായിട്ട് വരും. ഇവിടെ അളർക്കൻ എന്ന വേദപണ്ഡിതനായിട്ടുള്ള ബ്രാഹ്മണന് കണ്ണ് യാഴ്ച കഴിഞ്ഞപ്പോൾ 2 കണ്ണും ഈ രാജാവ് ദാനം ചെയ്തു എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള രാജകുടുംബത്തിലാണ് അങ്ങ് ദശരഥൻ. അതേപോലെ സാഗരം സത്യപാലത്തിന് വേണ്ടിയിട്ട് വേലിയേറ്റക്കാലത്ത് പോലും കരയെ അതിക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ദിക്കുകൾ മുഴുവൻ ഈ എങ്ങനെയാണോ തടുക്കേണ്ടത് ആ ഒരു തടുക്കൽ അത് മുഴുവൻ ചെയ്തതായിട്ടുള്ള സഗര ചക്രവർത്തി. അത് ഇത്രയേ ഉള്ളൂ. ഭൂമി കുഴിച്ച് ഈ സമുദ്രത്തിന് അതിർത്തി ഉണ്ടാക്കിയത് സഗരൻ്റെ പുത്രന്മാരാണ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് സാഗരം എന്ന് പേര് വരാനുള്ള കാരണം. ആ സഗരപുത്രൻ സഗരൻ്റെ വംശത്തിൽ പിറന്നവരാണ് അങ്ങ്. അതേപോലെ ബ്രഹ്മം, ശബ്ദബ്രഹ്മം, ഓങ്കാരം, അത് സത്യമാണ്. ഈ സത്യത്തിൽ ധർമ്മം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കൈകേയി പറയുന്ന ന്യായങ്ങളാട്ടോ. അക്ഷയങ്ങളായിട്ടുള്ള വേദങ്ങൾ മുഴുവൻ ഈ ശബ്ദബ്രഹ്മത്തിനാണ്. അത് സത്യമാണ്, വേദസത്യമല്ല. അതായത് വേദസത്യമല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ ലഹളോടും. അപ്പോൾ അങ്ങനെ ലഹളോടിയിട്ട് കാര്യമില്ല. വേദവും നശിക്കുന്നതാണ് എന്നൊരു പ്രയോഗമുണ്ട്. പ്രയോഗമല്ല, അതൊരു ഇതാണ്. എങ്ങനെയാണ് വേദം നശിക്കുക? ഓരോ ഈ പ്രളയങ്ങൾ 4 ഉണ്ട്. നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, പ്രാകൃതിക പ്രളയം, ആത്യന്തിക പ്രളയം. അപ്പോൾ പ്രാകൃതിക പ്രളയത്തിൽ പോലും ഈ വേദം നശിക്കും. 2ാമത് സൃഷ്ടി തുടങ്ങുമ്പോഴാണ് ഈ വീണ്ടും വേദങ്ങളെ ബ്രഹ്മാവിൻ്റെ മുഖത്തുകൂടി ഭഗവാൻ പറയുക. അപ്പോൾ അത് ലീനമായിട്ട് കിടക്കും. അത് ബ്രഹ്മത്തിലാണ് ലീനമായിട്ട് കിടക്കുക. ബ്രഹ്മത്തിൽ ലീനമായിട്ട് കിടക്കുന്നതിനെ നമ്മൾ ഉണ്ട് എന്ന അവസ്ഥയിൽ പറയാറില്ല. അത് ക്ഷയിച്ചു, നശിച്ചു എന്ന രീതിയിലാണ് പറയാം. വീണ്ടും അതിൽ നിന്നും ഉത്ഭൂതമാവുകയാണ്. എന്നിട്ട് വേണം ബ്രഹ്മാവ് അത് പറയാനായിട്ട്. അപ്പോൾ ഓങ്കാരത്തിനും വേദത്തിനും എന്തിന് നാരായണൻ പോലും ആത്യന്തിക പ്രളയത്തിൽ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അതിന് ശേഷമാണ് വീണ്ടും ബ്രഹ്മാണ്ട ഉൽപ്പത്തിക്ക് ബ്രഹ്മം തന്നെ കാരണമായി തീരുന്നത് ഇച്ഛാസ്വരൂപേണ. അപ്പോൾ ആ നാരായണൻ പോലും നമ്മൾ നാരായണനിലേക്കാണ് ലയിക്കുക.
ആ നാരായണൻ പോലും ലയിക്കുകയാണ്. കൈകേയി അത്ര കൈകേയിക്ക് എല്ലാ അറിവുണ്ട്. അപ്പോൾ കൈകേയി പറയാണ് ഈ വേദങ്ങൾ സത്യമാണ്. എന്താ അറിഞ്ഞുകൊണ്ടാണ് പറയണത്, ഇതാണ് മറ്റേതല്ല. അപ്പോൾ ഇവിടെ പാഖണ്ഡമായിട്ട് പറയാം. അതായത് എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്രകാരത്തിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അത് അർത്ഥസത്യമാണ്. ഇനി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയണോണ്ട് കുഴപ്പമൊന്നുമില്ല. വേദം സത്യമാണ്, ഓങ്കാരം സത്യമാണ്, നാരായണൻ സത്യമാണ് എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷേ അതിൻ്റെ അടുത്ത ഭാവം ഇതുണ്ട് എന്ന് അറിഞ്ഞിട്ട് വേണം പറയാനായി. അപ്പോൾ ഈ പറയണോണ്ട് കുഴപ്പമില്ല, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി ഉണ്ടാവും വിചാരിക്കണം. ഏതായാലും ഇങ്ങനെ കൈകേയി പറഞ്ഞു. അപ്പോൾ സത്യം കൊണ്ട് മാത്രമാണ് ഈ പരമപദം പ്രാപിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓങ്കാരം ജപിച്ചുകൊണ്ട് ഈ ഓങ്കാരത്തെ ഉപേക്ഷിച്ചിട്ട് വേണം ബ്രഹ്മത്തിലേക്ക് ലയിക്കാൻ. അതാണ് ആ പറഞ്ഞതിൻ്റെ സാരം. വളരെ പ്രയാസമുള്ള ഒരു ഇതാണ്. സത്യം ഏകപദം ബ്രഹ്മ സത്യേ ധർമ്മ പ്രതിഷ്ഠിത സത്യമേവ അക്ഷയാവേദാഹ സത്യേനാവാപ്യതേ പരം. അവിടേക്ക് എത്തണമെങ്കിൽ ഈ സത്യത്തിലൂടെ അല്ലാതെ പറ്റില്ല. സത്യം എന്നുള്ളത് നിത്യസത്യമാണ്, അതൊരു ബ്രഹ്മാവസ്ഥയാണ്. അപ്പം കൈകേയിയുടെ ഇപ്പോഴത്തെ ഇവിടെ ഈ ഒരു മുട്ടുന്യായം അത് രാജാവിന് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ ധർമ്മത്തിൽ മനസ്സ് വയ്ക്കുന്നതിൽ സത്യം തെറ്റിക്കാതിരിക്കുക. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അങ്ങയുടെ യശസ്സാണ് നശിക്കുക, കൈകേയിയായിട്ടുള്ള എൻ്റെ യശസ്സല്ല നശിക്കുക. ധർമ്മത്തിൽ മനസ്സ് വയ്ക്കണം. ഞാനിതാ 3 വട്ടം ആവശ്യപ്പെടുകയാണ്. ധർമ്മത്തെ തന്നെ ഇച്ഛ വയ്ക്കാനും എന്നോട് ചെയ്ത സത്യത്തിൻ്റെ പ്രചോദനം കൊണ്ട് രാമനെ വനത്തിലേക്ക് അയക്കാനും അതേപോലെ ഭരതനെ രാജാവാക്കാനും അങ്ങ് തയ്യാറാവണം. ഞാൻ എന്താ 3 വട്ടം പറയണം. നമ്മൾ ലേലമൊക്കെ വിളിക്കുമ്പോൾ മറ്റേ 1 വട്ടം 2 വട്ടം 3 വട്ടം അങ്ങനെ പറയുമല്ലോ, എന്ന കൂട്ടത്തിലുള്ള അത് ഇവിടെ പറയണം. നമ്മിൽ നിന്ന് അങ്ങോട്ടല്ല ഇത് പോയത് കേട്ടോ, ഇത് രാമായണത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ആദികാവ്യമാണ് രാമായണം. അപ്പോൾ നമ്മൾ ലേലത്തിൽ 3 വട്ടം എന്ന് പറയുമ്പോൾ അത് ശരി, ഇത് അവിടേക്ക് എടുത്തുണ്ടോ. ഏത് ഇന്നത്തെ തെറ്റിദ്ധാരണ അങ്ങനെയാണ്. നമ്മളിവിടെ സാധാരണ പലതും ചെയ്യുന്ന മുഴുവന് നമുക്ക് തരുന്നതായിട്ടുള്ള അറിവുകളിൽ നിന്നും എവിടുന്നാണ് കിട്ടിയത്? ഈ വേദ, ഇതിഹാസ, പുരാണ, ഉപനിഷത്ത് ശാസ്ത്രത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഇത് അറിയാതെ കണ്ട് സ്മൃതികളൊക്കെ കത്തിക്കുന്ന അപ്പോൾ അതിൽ നിന്നാണ് ഇത് കിട്ടിയത് എന്ന് പോലും അറിയാതെ കണ്ട് പ്രഹ്ലാദൻ്റെ ആ ഒരു സ്തുതിയിൽ പറയുന്നുണ്ട്. അച്ഛന് ഈ ജ്ഞാനം തന്നത്, അച്ഛന് ഈ ബലം തന്നത്, അച്ഛൻ ഇപ്പോൾ ആരെയാണോ നിഷേധിക്കേണ്ടത് ആ നിഷേധിക്കേണ്ട ആളെ നിഷേധിക്കാനുള്ള ബലം തന്നത് ഇത് ഭഗവാനാണ്. അപ്പോൾ എനിക്കും ഈ അച്ഛനെയാണല്ലോ ഇപ്പോൾ പേടിക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അച്ഛനെ പേടിക്കാതിരിക്കാനുള്ള കഴിവ് തന്നതും ഭക്തി ഭാവം തന്നതും വിനയഭാവം തന്നതും അതേ ഭഗവാനാണ്. ആ ഭഗവാൻ എന്താ എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് ഒട്ടും പരിഭ്രമിക്കണ്ട. എന്ത് കൈകേയി രാജാവിനോട് പറയാ, ഞാൻ എന്താ 3 വട്ടം പറയാണ്, ആര്യ ഈ പ്രതിജ്ഞ അങ്ങ് പാലിക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്താ ജീവൻ ത്യജിക്കും. ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഭാര്യ ജീവൻ ത്യജിച്ചാലത്തെ കാര്യം എന്താ? പ്രശ്നമായി. ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് കൈകേയി ശങ്ക കൂടാതെ ഇങ്ങനെ ശാഠ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഇന്ദ്രകൃതമായിട്ടുള്ള പാശത്തിൽ നിന്ന് മുക്തനാവാൻ കഴിയാതിരിക്കുക. ഇന്ദ്രകൃത പാശം എന്നുള്ളത് സ്വതേ ഈ ഇന്ദ്രിയങ്ങൾക്ക് നാഥനാണ് ഇന്ദ്രൻ, ഋഷികേശനല്ല കേട്ടോ. ഇവിടെ അധിഷ്ഠാന ദേവതകളിൽ പ്രധാനി, അഷ്ടദിക്പാലകന്മാരിൽ പ്രധാനി, ദേവലോകം ഭരിക്കുന്ന ആദ്യത്തെ ആൾ. അപ്പോൾ ഇന്ദ്രന് പദവി വളരെ കൂടുതലാണ്. 11 ഇന്ദ്രിയങ്ങളാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അതിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള, പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള, വിശകലനം ചെയ്യുന്നതായിട്ടുള്ള മനസ്സും. മനസ്സ് തന്നെ മനോബുദ്ധി അഹങ്കാര ചിത്തം 4 എങ്കിലും അവിടെ അധിഷ്ഠാന ദേവത എന്ന നിലയ്ക്ക് ഇന്ദ്രന് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ട്. ഭഗവാൻ അതിനെ 4 തീർത്തത് മനസ്സിനെ അനിരുദ്ധനായിട്ടും ബുദ്ധിയെ പ്രദ്യുമ്നായിട്ടും അഹം എന്നുള്ളതിനെ സംഘർഷനായിട്ടും ചിത്തം എന്നുള്ളത് ഭഗവാൻ തന്നെ വാസുദേവനായിട്ടും അങ്ങനെയാണ്. അത് വേറെ. എങ്കിലും ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് നാഥൻ എന്ന നിലയ്ക്ക്
ഇവിടെ ഇന്ദ്രന് ഇങ്ങനെ ഒരു സ്ഥാനമുണ്ട്. അതിനാണ് കൈകേയി സൂചിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ജീവൻ ത്യജിക്കും എന്ന് പറഞ്ഞ ഈ വാക്കിനെ രാജാവ് വല്ലാത്തൊരവസ്ഥയിലാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇന്ദ്രകൃതമായിട്ടുള്ള ഈ പാശം അത് നിരാകരിക്കാൻ രാജാവിന് പറ്റാത്തൊരവസ്ഥ വന്നു. രാജാവ് രാമനെ ഈശ്വരൻ എന്ന രീതിയിൽ കണക്കാക്കുന്നു. അപ്പോൾ ഉപേന്ദ്രനായിട്ടുള്ള ഭഗവാനാണ് ഈ ശ്രീരാമനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ വിഷ്ണു ഇങ്ങനെ ഒരു വാമനാവതാരം ചെയ്ത കാലത്ത് ഈ ദാനം ചെയ്യാം എന്ന് ബലി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദാനം ചെയ്യുകയും ചെയ്തു. ഈ ശുക്രാചാര്യ തടുത്തിട്ടും. അപ്പോൾ ആ ദാനം 3 അടി മണ്ണാണല്ലോ. 3 അടി ചെറിയ കാലുകളെ കൊണ്ട് ചോദിച്ചു. ഭഗവാൻ അവിടെ ത്രിവിക്രമനായിട്ട് വളർന്ന് വലിയ ശരീരത്തോട് കൂടിയിട്ട് ഭൂമിയെ മുഴുവൻ അളന്നെടുത്തു. പക്ഷേ അവിടെ ബലിക്ക് ഒരു പ്രശ്നമായി. കൊടുത്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുട്ടുന്യായമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ബലി അതിനെ സഹിച്ചു. മുഴുവനും പ്രപഞ്ചം മുഴുവനും എടുത്തു. ബ്രഹ്മാണ്ടം മുഴുവൻ ബലിയുടെ ആയിരുന്നു. അത് മുഴുവൻ വാമനെടുത്തു. എന്നിട്ടോ ഇന്ദ്രന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള തോന്യാസങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് സത്യലംഘനം ചെയ്തിട്ട് അവിടെ വാമനൻ ചെയ്തിട്ടുണ്ടാണ്. സത്യലംഘനാണെങ്കിലും അവിടെ വാമനൻ്റെ ഉദ്ദേശം എന്തോ അത് നടന്നു. എന്ന കൂട്ടത്തിൽ കൈകേയിയുടെ ആവശ്യം ഇവിടെ നടക്കണം. അതാണ് കേട്ടോ, തിരിച്ചല്ല. കൈകേയിയുടെ ആവശ്യം ഇവിടെ നടക്കണം. അങ്ങ് എന്തെങ്കിലുമൊക്കെ ചീത്ത പ്രവൃത്തി ചെയ്തിട്ട് ഈ എനിക്ക് തരാമെന്നുള്ള ഈ വരങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ട് ഭരതൻ്റെ രാജാവകാശത്തെ ഇല്ലാണ്ടാക്കിയിട്ട് അത് രാമന് തന്നെ തിരിച്ചു കൊടുക്കാമെന്ന് അങ്ങ് ഉദ്ദേശിക്കേണ്ട, നടക്കില്ല. അതാണ്. അപ്പോൾ ഇങ്ങനെ ചിത്തം വളരെയധികം കലങ്ങി, മാത്രമല്ല മുഖത്ത് അതിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളുണ്ട്. അദ്ദേഹം 2 ചക്രത്തിലിടയ്ക്ക് പെട്ടുപോയതായിട്ടുള്ള ഒരു വണ്ടിക്കാളയെ പോലെ. വണ്ടിക്കാളയ്ക്ക് നിയന്ത്രണമുണ്ട്. നഖം കഴുത്തിലുണ്ട്. കടിഞ്ഞാണ് ഈ തേരാളിയുടെ കയ്യിലുണ്ടാവും. അപ്പോൾ വണ്ടിക്കാളയ്ക്ക് യാതൊന്നും ചെയ്യാൻ നിർത്തിയില്ല. കാള അടി കൊള്ളു തന്നെ, പെയ്യെങ്കിലും നടക്കുക തന്നെ. ദാഹമുണ്ടോ വിശപ്പുണ്ടോ ഇതൊന്നും വിഷയമില്ല. ഒരു പക്ഷേ ഈ നഖത്തിൻ്റെ കുറച്ച് മുന്നിലായിട്ട് ഈ തേരാളി ഇരിക്കുന്ന അതിൻ്റെ ആ നാമ്പ് കുറച്ച് മുന്നിലേക്ക് നിൽക്കുന്നുണ്ടാവും. അവിടെ വല്ല വൈക്കോലോ പുല്ലോ ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ടാവും. ഇപ്പം കിട്ടും വിചാരിച്ച് പാവം കാള നടന്നുകൊണ്ടേയിരിക്കും. കാളയ്ക്ക് നടത്തല്ലാതെ കൊണ്ട് കാളയ്ക്ക് ആ പുല്ല് തൊടാൻ കിട്ടില്ല. കാരണം ഒരേ ഇതിലാണ് നിൽക്കുക. എന്ന കൂട്ടത്തിൽ ഇവിടെ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. വണ്ടിക്കാള എന്നുള്ള നിലയ്ക്കാണ്. കാഴ്ചയില്ലാത്ത വികല നേത്രങ്ങളെ കൊണ്ട് ശൂന്യമായിട്ടുള്ള നോട്ടം, അതേപോലെ സ്വയം നിയന്ത്രിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത മനസാന്നിധ്യം പോലും നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരവസ്ഥ. കൈകേയിയുടെ ദുരവസ്ഥ കുറച്ച് വലുതാണ് കേട്ടോ. അത് മുഴുവൻ ഇവിടെ പലതരത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് രാജാവ് പറഞ്ഞു, ദുഷ്ടേ, അഗ്നിസാക്ഷിയായിട്ട് മന്ത്രോച്ചാരണത്തോട് കൂടിയിട്ട് ഞാൻ പിടിച്ച നിൻ്റെ ഈ പാണികൾ നിന്നോട് കൂടിയിട്ട് എനിക്കുണ്ടായ പുത്രനെയും ഞാൻ ഇതാ തിരിക്കുന്നു. യസ്തേ മന്ത്രകൃത പാണിരഗ്നൗ പാപേ മയാ ധൃത സന്ധ്യജാമി സ്വയം ചൈവ തവ പുത്രം സഹ ത്വയാ. 3 തവണ ചൊല്ലിയാൽ ഒഴിവാവും. ആരും ഒഴിവാവും, അത് സംശയമില്ല. വാക്കേ വേണ്ടു. എന്താത്? നിന്നെ അഗ്നിസാക്ഷിയായിട്ട് മന്ത്രോച്ചാരണത്തോട് കൂടിയിട്ട്, അപ്പോൾ ദേവന്മാരുടെ സാക്ഷിത്വം, മന്ത്രത്തിൻ്റെ ബലം, അങ്ങനെ പാണി പിടിക്കുക തുടങ്ങിയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അത് ചെയ്തു. അപ്പോൾ മലരഹോമടക്കം അഗ്നിയെ പ്രദക്ഷിണം വെച്ചു. ഇങ്ങനെ വേണ്ടത് എന്തൊക്കെയാണോ ചെയ്തത് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ ഇതാ നിന്നെയും നിനക്ക് എന്നിലുണ്ടായ ഈ ഉണ്ണിയെയും ഞാനിതാ ഒഴിവാക്കുന്നു. ഇങ്ങനെ പറഞ്ഞു കേട്ടോ ദശരഥൻ. അങ്ങനെ രാത്രി കഴിഞ്ഞു. അപ്പോഴേക്കും വെളിച്ചാവാറായി. നിശ്ചയിച്ച അഭിഷേകത്തിനുള്ള ആളുകൾ ഓരോരുത്തർ എത്താൻ തുടങ്ങി. പലരും തിടുക്കപ്പെടാൻ തുടങ്ങി.
രാമൻ അഭിഷേകത്തിനായിട്ട് ഈ തയ്യാറായിട്ട് നിൽക്കുക അനവധി സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരുക്കി വെച്ച സാധനങ്ങൾ രാമൻ ആ സമയത്ത് കുളിക്കുക, തേവാരം ചെയ്യുക, അനവധി കാര്യങ്ങൾ വസിഷ്ഠൻ നിയമങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാധാരണത്തേക്കാൾ കൂടുതൽ ചെയ്യണം. അതെല്ലാം ചെയ്തുകൊണ്ട് രാമൻ ഇപ്പോൾ വരുമല്ലോ, അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടക്കണ്ടേ എന്ന് ഓരോരുത്തരും ഉത്സാഹികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ദശരഥൻ പറയാണ്, കൈകേയി അമംഗളകാരിണിയായിട്ടുള്ള നീ ഈ രാമ അഭിഷേകത്തെ മുടക്കുകയാണെങ്കിൽ നീയും നിൻ്റെ പുത്രനും എൻ്റെ ഉദകക്രിയ ചെയ്യാൻ പാടില്ല. രണ്ടാമത് ആവർത്തിച്ചു. ഇതിന് മുന്നേയും പറഞ്ഞു, ഏത് ഭരതനെ കൊണ്ട് നെയ്യ് എൻ്റെ പിണ്ടം വയ്ക്കണ്ട. ഇതാ ഇപ്പോൾ വീണ്ടും ആവർത്തിക്കണോ, നീ എൻ്റെ പിണ്ടം വയ്ക്കണ്ട, നീയും നിൻ്റെ പുത്രൻ ഭരതനും വയ്ക്കണ്ട. അത്രയേറെ ആനന്ദത്തോടു കൂടിയ ഈ ജനങ്ങളെ ഇതിന് എന്തെല്ലാം തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഇപ്പോൾ ഈ അഭിഷേക വാർത്ത കേട്ടിട്ടും അതിനു മുമ്പും ഇപ്പോൾ തന്നെ അവർ ഈ ഉറക്കം കളഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ രാത്രി മുഴുവൻ അവരും ഉറങ്ങിയിട്ടുണ്ടാവില്ല, നമ്മളും ഉറങ്ങിയില്ല, അവരും ഉറങ്ങിയില്ല. അവരെന്താ വെച്ചാൽ ഈ രാമൻ്റെ അഭിഷേകം കാണാൻ വേണ്ടി ഉത്സുകരായിട്ട് എന്തൊക്കെയാണോ സേവനം ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ തയ്യാറായിട്ട്. നമ്മളോ നീ ഇപ്പോൾ മുടക്കാൻ വേണ്ടിയിട്ട് നീ മുടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സത്യത്തിൽ പെട്ടുപോയിട്ട് ലംഘന ചിന്ത കൊണ്ട് എനിക്കും ഉറക്കം നഷ്ടപ്പെട്ടു. ഇങ്ങനെ എൻ്റെ ശക്തി മുഴുവൻ ചോർന്നുപോയി, നിരുത്സാഹം എല്ലാ ദിക്കിലും പരന്നു, ശോകമുഖമാണ് കാര്യങ്ങളൊക്കെ മുഴുവൻ. മഹാത്മാവായിട്ടുള്ള ഈ രാജാവ് ഇങ്ങനെ അവളോട് പലതും പരിഹാരമായിട്ട് അല്ലെങ്കിൽ പരാതിയായിട്ട് പലതും പറഞ്ഞു. എങ്കിലും ചന്ദ്രനക്ഷത്ര മാലിന്യായിട്ട് രാത്രി കടന്നുപോയി. പിന്നെയോ പ്രഭാതമായി പുണ്യം, പ്രഭാത പുണ്യം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. അവിടേക്ക് ഈ പാപ സമാചാരർ അതേപോലെ വാക് പടുത്തമുള്ളതായിട്ടുള്ള ആ കൈകേയി രാജാവിനോട് കുറച്ചധികം ശുണ്ഠിയെടുത്തുകൊണ്ട് പുരുഷന്മാർ സംസാരിക്കുന്ന രീതിയിൽ പറഞ്ഞു. എന്താ പങ്കി പറഞ്ഞത്? ഈ വിഷം പോലെ ചീറ്റുന്നതായിട്ടുള്ള വാക്കുകൾ എന്തിനാ പറഞ്ഞത്? ഇങ്ങനെ ദേഷ്യമുണ്ടാക്കുന്ന രീതിയിൽ എനിക്ക് ദേഷ്യം ഉണ്ടാക്കുന്നു. വാചകങ്ങൾ പറയുമ്പോൾ അത് തെറ്റായ രീതിയിലാണെങ്കിൽ ഈ പാമ്പ് ചീറ്റണ പോലെ അതൊരു വല്ലാത്ത ഭാവമാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ സഹിക്കുന്നു വിചാരിക്കുന്നതോ അങ്ങ് ഇപ്പോൾ വേദനിക്കേണ്ട യാതൊരു കാര്യമില്ല. ക്ലേശിക്കാതെ കണ്ട രാമനെ വേഗം ഇവിടെ വരുത്തൂ. അതിന് ശേഷം രാമനെ കാട്ടിലേക്ക് പറഞ്ഞേക്കും. എൻ്റെ മകനെ ഇതേ സംഭാരങ്ങളെ കൊണ്ട് രാജാവായിട്ട് വാഴിച്ച് സുഖിച്ച് നമുക്ക് ജീവിക്കാലോ. ഒരാളും എതിരില്ലാത്ത ഒരവസ്ഥയിൽ അങ്ങയ്ക്കും എനിക്കും എൻ്റെ ഭരതനും സുഖമായിട്ട് ജീവിക്കാലോ എന്ന് തറപ്പിച്ചാണ് പറഞ്ഞു. രാവിലെ പ്രഭാതമാരെ ആൾക്കാരിതാ വരാൻ പോവുകയാണ് എന്നൊക്കെ കൈകേയി പറയാം. ഇത് കേട്ടപ്പോൾ ചാട്ടവാറ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ കുതിരയ്ക്ക് വല്ലാത്ത എന്തായാലും പറയുക വേദനിച്ചിട്ടേ വല്ലാത്തൊരു പ്രശ്നം. അപ്പം അത് അങ്ങനെ അനുഭവിച്ചു എന്നാണ്. എന്നിട്ട് ധർമ്മബന്ധം കൊണ്ട് ഞാൻ ബദ്ധനായിരിക്കുന്നു, കെട്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് ചേതന നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ മരിച്ചു പോയിരിക്കുന്നു, എൻ്റെ ചൈതന്യം ഇല്ല ഇപ്പോൾ. അതുപോലെ ധാർമ്മികനായിട്ടുള്ള മൂത്തമകൻ രാമനെ കാണാൻ എനിക്കിതാ വല്ലാതെ കണ്ട് മോഹമാകുന്നു. എങ്ങനെയാണ് രാമനോട് ഇതൊന്ന് അവതരിപ്പിക്കേണ്ടത്? രാമൻ്റെ ആ ധാർമ്മിക ബുദ്ധി, ഈശ്വരഭാവം അതൊക്കെ എനിക്ക് തുണയായിട്ട് വരണം. എനിക്ക് രാമനെ വേഗം കാണണം. ഈ രാത്രി ഒന്ന് വേഗം കഴിഞ്ഞിട്ട് സൂര്യൻ ഒന്ന് ഉദിച്ചു കിട്ടിച്ചാൽ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചു, നക്ഷത്രങ്ങളൊക്കെ മറിഞ്ഞു, ആ മുഹൂർത്തം വന്നു ചേർന്നു. ഗുണസമ്പന്നനായിട്ടുള്ള ഈ വസിഷ്ഠൻ ശിഷ്യന്മാരോട് കൂടിയിട്ട് അഭിഷേക കർമ്മങ്ങൾക്ക് വേണ്ടതായിട്ട് എല്ലാ സാധനങ്ങളും എടുപ്പിച്ചുകൊണ്ട് ആ നഗരത്തിലേക്ക് പ്രവേശിച്ചു. നല്ലോണം അടിച്ചു തെളിച്ച് ശുദ്ധമാക്കിയിട്ട് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് കൊടിക്കൂറകൾ അങ്ങനെയില്ല സകലതും പുഷ്പങ്ങൾ, പൂമാല, തോരണങ്ങൾ, പിന്നെ മനുഷ്യരെല്ലാവരും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് സമൃദ്ധമായിട്ടുള്ള ധാരാളം ഈ കച്ചവടക്കാരൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അങ്ങാടികളൊക്കെ നിറഞ്ഞു നിൽക്കണു. ഉത്സവാഘോഷത്തിന് ചേർന്ന എല്ലാ രംഗസജ്ജീകരണങ്ങളും അവിടെയുണ്ട്. രാമനെക്കുറിച്ചല്ലാതെ ഒരാൾക്കും ഒന്നും ചിന്തിക്കാനില്ല. ഈ ഔത്സുക്യം കാരണം കൊണ്ട് അത് എല്ലാവരും അവരവരുടേതായിട്ടുള്ള അലങ്കാരങ്ങളിൽ ചന്ദനക്കുരിയുടെ പുതിയ മുണ്ട്, ചിറ്റ, അലിക്ക് തേച്ചതായിട്ടുള്ള മുണ്ട്, അതുപോലെ ധൂപക്കൂട്ടുകൾ, പിന്നെ അലങ്കാരങ്ങളിൽ ഈ തോരണങ്ങളൊക്കെ തൂക്കുമ്പോൾ പൂക്കളൊക്കെ തൂക്കും. അതേപോലെ ചന്ദനം തൊട്ടുള്ള പലതും തളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ സുഗന്ധപൂരിതമായി ഇപ്പോൾ സ്വർഗം എങ്ങനെയാണോ അതേപോലുള്ളൊരവസ്ഥയിലേക്ക് വന്നു എന്നാണ്. ഇങ്ങനെ വസിഷ്ഠൻ ഈ ശ്രേഷ്ഠമായിട്ടുള്ള അരമനയിലേക്ക് വന്നു. ആ സമയത്ത് ഈ കൊടിക്കൂറകൾ ധാരാളം തൂക്കിയിട്ടുള്ളതായിട്ടുള്ള പൗരജനങ്ങൾ നമ്മളൊക്കെ വഴിവഴിക്കൊക്കെ കാണാറില്ലേ, ധാരാളം കൊടികൾ ഇങ്ങനെ മറ്റേ
നാട്ടിയിട്ടുള്ള ഒരു അവസ്ഥ. അപ്പോൾ വീഥികളുടെ രണ്ട് പുറവും ജനങ്ങൾ അവരവരുടെ ഈ ഗൃഹങ്ങളുടെ മുമ്പിലും ഒക്കെ അലങ്കാരങ്ങൾ പലതും വെച്ചിട്ടുണ്ട്, കൊടിക്കൂറകളും വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും എത്രത്തോളം ഇത് ഈ രാജധാനി എന്ന നിലയ്ക്ക് രാജവീഥി പോലും രാജധാനിയായിട്ട് മാറി. കാരണം ഇതൊക്കെ ഉത്സവപ്പറമ്പ്. അപ്പോൾ അത് അതിൻ്റെ വിശാലത കൂടി. അതാണ് രാമനെ രാജാവായിട്ട് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉത്സാഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ വിശദീകരണമാണ് ആ അന്തരീക്ഷത്തെ വർണ്ണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. ഇങ്ങനെയുള്ള ജനസമൂഹത്തെ മുഴുവൻ നടന്ന് കണ്ട് അവരെയൊക്കെ അനുമോദിച്ചുകൊണ്ട് രാജാവിനെ കാണാനുള്ള ഉത്സാഹത്തോടു കൂടിയിട്ട് ഈ വസിഷ്ഠ മഹർഷി ഉള്ളിലേക്ക് വന്നു. അപ്പോൾ മഹാരാജാവിൻ്റെ ഈ ഏറ്റവും ഇഷ്ട ദർശനത്തിന് വേണ്ടിയിട്ട് സുമന്ത്രൻ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ പേരും കൂടി സുമന്ത്രൻ എന്നാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും അദ്ദേഹവും അവിടെ വന്നു. ഇങ്ങനെ വിശാലനായിട്ട് ആ സൂതപുത്രനോട് പറഞ്ഞു, ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് മഹാരാജാവിനെ അറിയിക്കണേ എന്ന് പ്രകാരം പറഞ്ഞു. അപ്പോൾ ഈ അദ്ദേഹം സാരഥിയോട് പറഞ്ഞു, അത്തി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പീഠം അഭിഷേകത്തിന് ഇരിക്കാനുള്ളതാണ്. അതേപോലെ ഗംഗയിൽ നിന്ന് 4 സമുദ്രത്തിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള ജലം സ്വർണ്ണക്കുടത്തിൽ സംഭരിച്ചു വയ്ക്കുക. പിന്നെ നവധാന്യങ്ങൾ, വാസനാദ്രവ്യങ്ങൾ, പലവക രത്നങ്ങൾ ആയിരക്കണക്കിനുണ്ട്. നവരത്നം അല്ല ഉള്ളൂ, 18 രത്നം വളരെ ഗംഭീരമായിട്ട്, നവരത്നം 18 രത്നം, പിന്നെ 108 അങ്ങനെ പലതും ഉണ്ട്. എന്തായാലും ആയിരക്കണക്കിന് കല്ലുകൾ ധാരാളമുണ്ട്. അതൊക്കെ പലതും സ്വയം ശോഭ തരുന്നതാണ്. സ്വയം ശോഭ തരുന്ന കല്ലുകളെയാണ് രത്നം എന്ന് പറയുക. അപ്പോൾ അതിൽ പല ദിവ്യത്വങ്ങളുമുണ്ട്. മറ്റേ രോഗങ്ങളെ മാറ്റാനുള്ളത്, പിന്നെ ഈശ്വരൻ്റെ എന്താണ് പറയുക, ഈശ്വര സാന്നിധ്യം. ഇപ്പോൾ ബ്രഹ്മാവാം, വിഷ്ണുവാവാം, ഇന്ദ്രനാവാം, ശിവനാവാം, പാർവതി, ഇങ്ങനെ പലതും ആവാം. അതൊക്കെ അതിലുണ്ട്. അത് മുഴുവൻ നമുക്ക് എടുക്കാൻ വശമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കളർ കോഡിനും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. പച്ചയായാലും നീലയായാലും മഞ്ഞയായാലും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പച്ച ലക്ഷ്മിയായിട്ട് പറയാറുണ്ട്, നീല ഭഗവാൻ കൃഷ്ണനായിട്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനായിട്ട് പറയാറുണ്ട്. ഇങ്ങനെ അപ്പോൾ ഇത് മുഴുവൻ അലങ്കരിച്ച് പ്രത്യേകമാണ്. ഇതൊക്കെ ഈ ആവാഹകനൊക്കെ വേണേ. അപ്പോൾ അതാണ്. പിന്നെ അതിന് വേണ്ടിയുള്ള ഈ ഒരുക്കങ്ങൾ, മറ്റേ തേന്, തൈര്, നെയ്യ്, മലര്, ദർഭപ്പുല്ല്, പൂക്കൾ, ജലം, സുന്ദരികളായിട്ടുള്ള അഷ്ടകന്യകകൾ, ഗജവീരന്മാർ, പിന്നെ 4 കുതിരയെ പൂട്ടിയുള്ള തേര്, വാള്, പിന്നെ വില്ല്, ഈ കോതണ്ടം എന്നുള്ള വില്ല്, പിന്നെ ആളുകൾ ചുമക്കുന്നതായിട്ടുള്ള പല്ലക്ക്, ചന്ദ്രമണ്ഡല ശോഭിതമായിട്ടുള്ള വെൺകൊറ്റക്കുട, വെൺചാമരങ്ങൾ, സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള അർഘ്യപാത്രങ്ങൾ, കിണ്ടി പൂജാപാത്രങ്ങളൊക്കെ വേണ്ടി അതാണ്. പിന്നെ സ്വർണ്ണക്കയറുകളാൽ അലങ്കരിച്ചതായിട്ടുള്ള ഈ വെള്ളക്കാള, അതേപോലെ 4 ദംഷ്ടകളുള്ളതായിട്ടുള്ള സിംഹം, പിന്നെ മഹാബലവാനായിട്ടുള്ള കുതിര, പുലിത്തോല് വിരിച്ചതായിട്ടുള്ള സിംഹാസനം, വാദ്യഘോഷം മുഴക്കുന്നതായിട്ടുള്ള എല്ലാ വാദ്യോപകരണങ്ങൾ, അലങ്കൃതരായിട്ടുള്ള ഗണികകൾ പ്രത്യേകമായിട്ട്. അത് ഒരു ശകുനത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ ദേവദാസി വർഗം വേണം. അതൊക്കെ ശകുനത്തിന് വേണ്ടിയുള്ള അവരുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പൂർണ്ണത വരും എന്നൊക്കെയാണ്. പലതും ഉണ്ട്, അതിൻ്റെ ശാസ്ത്രം വരെയാണ്. അതേപോലെ ആചാര്യന്മാർ, ബ്രാഹ്മണർ, ഭക്തന്മാർ, പുണ്യം ചെയ്തവർ, പശുക്കൾ, മാനുകൾ, പക്ഷികൾ, ജാനപദ ശ്രേഷ്ഠന്മാരത്ത് നാടുവാഴികൾ. നാടുവാഴികൾ 2 തരത്തിലുണ്ട്. ബ്രാഹ്മണരും ഉണ്ട് നാടുവാഴികളായിട്ട്, അതേപോലെ ഈ ക്ഷത്രിയരും ഉണ്ട് നാടുവാഴികളായിട്ട്. അതിൻ്റെ താഴെയുള്ളവരും ഉണ്ട് പലതരത്തിലുള്ള. പിന്നെ കാട്ടുരാജാവ് ഗുഹൻ ഒക്കെ നാടുവാഴി തന്നെയാണ്, പക്ഷേ അത് കാട്ടിലെ രാജാവാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ താഴേക്ക് വന്നാൽ ഈ രാജസ്ഥാനം ഉണ്ടെന്ന് സാരം, അതാണ് പറഞ്ഞത്. വാഴുന്നോര് എന്നുള്ള അതൊരു വിഭാഗമാണ്. അപ്പോൾ അതിൽ ധനം കൊണ്ടാവാം, വിദ്യ കൊണ്ടാവാം, ഈ ആസ്തി കൊണ്ടാവാം, പലതും ഉണ്ട്. കായിക ബലം കൊണ്ടാവാം ഒക്കെ ഉണ്ട്. ഇങ്ങനെ ധാരാളം പണിക്കുകൾ, മറ്റേ കച്ചവടക്കാരവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും അവിടെ വന്നു ചേർന്നു. എല്ലാവർക്കും പ്രീതിയാണ്, എല്ലാവരും പ്രിയം മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണുള്ളൂ. അതേപോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും കണ്ടിട്ട് ഇത് മുഴുവൻ രാജാവിനെ അറിയിക്കൂട്ടോ എന്ന് സുമന്ത്രനോട് പറഞ്ഞു. അപ്പോൾ ആ മഹർഷി, ഈ വസിഷ്ഠ മഹർഷി വിളക്ക് കൊളുത്തുക, മറ്റു കാര്യങ്ങളൊക്കെ അതൊക്കെ ദീപാലങ്കൃതമാണ് കേട്ടോ, അതൊന്നും അല്ലായിട്ടല്ല. എങ്കിലും ഇതിന് വേണ്ടിയിട്ടുള്ള വിളക്ക് പ്രത്യേകം അങ്ങനെയുള്ളതാണ്. അതേപോലെ പൂയ നക്ഷത്രം ഇങ്ങനെ അടുക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് രാമൻ്റെ അഭിഷേകം നടക്കുന്നത്. അപ്പോൾ അത് വരാറായി. ഇങ്ങനെ മഹാബലവാനായിട്ടുള്ള ഈ സൂതപുത്രൻ മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ട് അരമനയിലേക്ക് പ്രവേശിച്ചു. മുൻകൂട്ടി അനുവാദം കൂടാതെ കണ്ട് അകത്ത് കടക്കാൻ അധികാരമുള്ള ആ സേവകനായിട്ടുള്ള വൃദ്ധൻ്റെ കൽപ്പന കേൾക്കുന്നവരായിട്ടുള്ള ആ വാതിൽ കാവൽക്കാർ
അദ്ദേഹത്തിനെ തടഞ്ഞില്ല. അതേപോലെ അദ്ദേഹം അടുത്തെത്തിയിട്ട് രാജാവിനെ അപ്പോഴത്തെ അവസ്ഥ അറിയാതെ കണ്ട് അദ്ദേഹം വാഴ്ത്താൻ ആരംഭിച്ചു. കാരണം സൂതമാഗതവന്തികൾ അങ്ങനെയാണ്, പുകഴ്ത്തണം, സ്തുതിക്കണം. ഇപ്പോൾ ഇവിടെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടും ഈ പുരാണം പറഞ്ഞുകൊണ്ടും പിന്നെ രാജാവിൻ്റെ കഴിവുകളെ പറഞ്ഞുകൊണ്ടും ഇങ്ങനെ ആണ് സ്തുതിക്കുക. അതെല്ലാം സ്തുതിച്ചു. സാധാരണ എങ്ങനെയാണോ സ്തുതി തൊഴുതു നിന്നുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അങ്ങനെ തേജസ്വിയായിട്ടുള്ള ഈ സമുദ്രം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ പ്രത്യേക രീതിയിൽ കാണാൻ സാധിക്കുന്നത്, സൺസെറ്റ് സൺറൈസ് നമ്മൾ കാണുമ്പോൾ വല്ലാത്ത മനസ്സിലൊരു സന്തോഷം ഉണ്ടാവില്ലേ, അത് അവിടെ കണ്ടു. അതേപോലെ തന്നെ ഈ ഇന്ദ്രസാരഥിയായിട്ടാണ് മാതലി. ഇന്ദ്രൻ എല്ലാ അസുരന്മാരോട് ദാനവന്മാരോടൊക്കെ യുദ്ധം ചെയ്ത് വിജയം നേടിയിട്ട് തിരിച്ചു വരുമ്പോൾ സ്തുതിക്കുന്നത് പോലെ, അതേപോലെ വേദാംഗങ്ങളോട് കൂടിയിട്ട് വേദങ്ങൾ ബ്രഹ്മാവിനെ ഉണർത്തുന്നത് പോലെ, ചന്ദ്രനോട് കൂടിയിട്ട് ആദിത്യൻ ഈ ബോധധാരിണിയായിട്ടുള്ള ശുഭയായിട്ടുള്ള ഭൂമി എന്ന പോലെ ഇങ്ങനെ ഓരോ തരത്തിലും ആ മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക. എത്രയാ സ്തുതിക്കണമെന്ന് ചോദിച്ചാൽ നിശ്ചയ. അങ്ങനെ മേരുപർവ്വതത്തിൽ ആദിത്യൻ എന്ന പോലെ വേഷഭൂഷാദികളിൽ ശോഭിക്കുന്നതായിട്ടുള്ള രാജാവിനെ സ്തുതിക്കുകയാണ്. സോമസൂര്യന്മാരെ, പരമേശ്വരൻ, അതുപോലെ ശിവൻ നൃത്തം, വൈശ്രവണൻ, കുബേരൻ, വരുണൻ, അഗ്നി, ഇന്ദ്രൻ ഇങ്ങനെയുള്ള ദേവന്മാർക്ക് തുല്യനായിട്ടുള്ള അങ്ങ് ഉണർന്നാലും രാത്രി കഴിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എല്ലാം ഒരുങ്ങിയിരിക്കണം അഭിഷേകത്തിന് വേണ്ടിയിട്ടേ. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം വേഗം നിർവഹിക്കണേ. രാമൻ്റെ പട്ടാഭിഷേകത്തിന് പൗരന്മാരും ജനപദരും എല്ലാവരും ഇവിടെ വന്നിരിക്കണു. വേദജ്ഞരുണ്ട്, നാടുവാഴികളുണ്ട്, എല്ലാം ഇതാ കൂപ്പുകളോട് നിൽക്കണു. വശിഷ്ഠ പുരോഹിതൻ ഇതാ ആഗതനായിരിക്കണു. അങ്ങേ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടിയിട്ട് കൽപ്പന കൊടുത്തിട്ടുണ്ട്. അങ്ങ് അതിന് വേണ്ടതെല്ലാം ചെയ്ത് തീരണേ ഇപ്പം തന്നെ. പിന്നെ ഈ മേയ്ക്കാൻ ആളില്ലാത്ത കാലിക്കൂട്ടം പോലെ, നായകനില്ലാത്ത സേന പോലെ, ചന്ദ്രനില്ലാത്ത രാത്രി പോലെ, കാളക്കോറ്റിനില്ലാത്ത പശു പോലെ രാജാവിൻ്റെ സാന്നിധ്യമില്ലാതെ കണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ മോശമാവാൻ പാടില്ലല്ലോ. സ്തുതി പരമായിട്ടുള്ള അർത്ഥപരമായിട്ടുള്ള ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് സ്തുതികളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. രാജാവ് ദുഃഖം കൊണ്ടിങ്ങനെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ധാർമ്മികനായിട്ടുള്ള രാജാവ് സൂതനെ ഉള്ളിൽ മനസ്സിലിങ്ങനെ ഓർത്തു. അതിന് ശേഷം കുറച്ചൊരു ദുഃഖിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒട്ടും സന്തോഷമില്ലാത്ത ഭാവത്തിൽ സൂതനോട് പറഞ്ഞു, ഈ വാക്കെല്ലാം എൻ്റെ മർമ്മങ്ങളെ പിണർക്കുന്നു. അതായത് ഹൃദയഭേദകമായിട്ടുള്ള ഈ വാക്കുകളെ കേട്ടപ്പോൾ അതിനെ സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞു. സൂതനോട് ഇങ്ങനെ സ്തുതിക്കണ്ട കേട്ടോ. അപ്പോൾ സുമന്ത്രരെ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഒരു രാജാവിനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പെട്ടെന്ന് മന്ത്രിയുടെ ഉള്ളിൽ അങ്ങോട്ട് കയറി. മന്ത്രി ഒന്ന് പിന്നാക്കം നിന്നു. രാജാവ് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക. രാമനെ രാജാവാക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹത്തോടു കൂടിയിട്ട് തീരുമാനിച്ച രാജാവ് അപ്പോൾ ദുഃഖിതനായിട്ട് നിൽക്കണതേ. അപ്പോൾ ഇതെന്താ ഇങ്ങനെ വരാനുള്ള കാരണം? അപ്പോൾ ഈ രാജാവിൻ്റെ സുഖം എന്താ വെച്ചാൽ അതൊക്കെ ചോദിക്കുക കൈകേയിയോടാണ്. എന്താണ്ടായി കൈകേയി? സുമന്ത്ര, ഈ രാമൻ്റെ ആനന്ദത്തിന് ഉത്കണ്ഠ മൂലം രാജാവ് രാത്രി ഉറങ്ങിയിട്ടില്ല. അതിനാൽ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉടനെ പോയിട്ട് രാജകുമാരനെ രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. നന്മ വരട്ടെ. കൂടുതലൊന്നും ഇക്കാര്യത്തിൽ ആലോചിക്കേണ്ടതില്ല. മഹാരാജാവ് നേരിട്ട് കൽപ്പിക്കാതെ ഞാൻ എങ്ങനെയാണ് പോവുക കൈകേയി എന്ന് തമ്പുരാട്ടി എന്ന് വിളിച്ച് രാജയ്ക്ക് ഈ ഒരു ഭാവമുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഒരു കാര്യമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്വന്തം പറഞ്ഞാച്ചി ഞെരുക്കൊന്നുമില്ല. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പോവുക? രാജാവിനെ കാണാനല്ലേ വന്നത്. രാജാവ് പറയണ്ടേ, എന്നിട്ട് വേണ്ടേ പോകാൻ. രാജാവ് നേരിട്ട് കൽപ്പിക്കാതെ ഞാൻ എങ്ങനെയാണ് പോവുക? സുമന്ത്ര, എനിക്ക് രാമനെ കാണണം. അപ്പോൾ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് രാമനെ കാണണം, വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവരൂ. അപ്പോൾ വേഗത്തിൽ സുന്ദരനായിട്ടുള്ള ഈ രാമനെ കൊണ്ടുവരിക എന്ന് സുമന്ത്രനും അതിന് പരിചാരകരുണ്ട്, കൂട്ടിക്കൊണ്ടുവരാനുള്ള ആൾക്കാരുണ്ട്, അവരോട് പറഞ്ഞു. ശാസനം അനുസരിച്ച് വേഗത്തിൽ തന്നെ മന്ത്രി തന്നെ അങ്ങോട്ട് പോയി. പിന്നെ രാമനെ പട്ടാഭിഷേകത്തിന് നിശ്ചയിച്ചാണല്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സുമന്ത്രൻ അവിടെ ചെന്നു. രാമനെ കാണാനുള്ള അത്യധികം ആഗ്രഹത്തോടു കൂടിയിട്ട് അവിടെ കാത്തുനിന്നു. സാഗരത്തിലെ ഹൃദം പോലെ അന്തപുരത്തു നിന്നും പുറത്തു കടന്ന സുമന്ത്രര് ഗോപുരദ്വാരത്തിൽ വലിയ ജനാവലിയെ കണ്ടു. കൊട്ടാരവാതിലിക്കൽ വിവിധ ഗണങ്ങളിൽപ്പെട്ടവരും അത്യസമ്പന്നരായിട്ടുള്ള എല്ലാവരും നിൽക്കണു. ഇങ്ങനെ രാമനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന സുമന്ത്രരെ പറഞ്ഞുകൊണ്ടാണ് ഈ 14-ാമത്തെ സർഗം ഇവിടെ അവസാനിപ്പിച്ചത്. 69 ശ്ലോകങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ 13, 14, 2 സർഗങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതൊക്കെ ആവർത്തനമാണെങ്കിലും കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് കിട്ടും. അത് കിട്ടുവാനാവട്ടെ ഇതാണ് രാമായണം
ഇനി ശ്ലോകം വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് വെച്ചാൽ എത്ര വേണ്ടി വരും എന്നുള്ളത് ആലോചിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, ഇത് ഷെയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ 14ാമത്തെ സർഗത്തെയും നിങ്ങൾക്ക് തരണം. സർവത്ര ശ്രീരാമനാമകീർത്തനം ജയ ജയ രാമ രാമ സീതാരാമേന്ദ്രാഭ്യാം നമോ നമഃ.